1857 ശിപ്പായി ലഹള അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഇതിനെ കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് ഒന്നാം സ്വാതന്ത്ര്യ സമരമായിരുന്നോ, അതോ ശിപ്പായി ലഹളയായിരുന്നോ, അതോ വേറെന്തെങ്കിലും ആയിരുന്നോ എന്നുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയം. അപ്പൊ അതിൽ നമുക്കൊരു കഥയായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഈ കഥ നടക്കുന്നത് 1829 1829 സതി നിരോധിക്കുകയാണ്. ആരാ നിരോധിച്ചത്? വില്യം ബെന്റിക്. ഓക്കെ, അപ്പൊ അവിടുന്ന് സതി നിരോധിക്കുകയാണ്. സതി എന്താന്ന് നിങ്ങൾക്ക് അറിയാം. ഗുപ്ത കാലഘട്ടത്തിൽ ആദ്യമായി റെക്കോർഡ് ചെയ്യപ്പെട്ട സതി നടന്നത് എവിടെയായിരുന്നു? എറാൻ ഇൻസ്ക്രിപ്ഷൻ, മധ്യപ്രദേശില് ആദ്യത്തെ സതി നടക്കുകയാണ്. അതായത് ഭർത്താവിന്റെ ചിതയിലേക്ക് ഭാര്യ ചാടുക. ഓക്കെ, ചാടി മരിക്കുക. അപ്പൊ അവര് ചാടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ചുറ്റുമുള്ള ആൾക്കാര് അതിലേക്ക് കൊണ്ടുവന്ന് ഇടുന്ന സമയത്ത് അതൊരു മനുഷ്യജീവനാണ്, പുറത്തേക്ക് വരാൻ വേണ്ടി നോക്കും. ഇപ്പൊ കുന്തം കൊണ്ട് കുത്തിയിട്ട് വീണ്ടും അതിനകത്തേക്ക് തന്നെ ആക്കി മാറ്റുക. അപ്പൊ ഇതൊരു പ്രാകൃതമായിട്ടുള്ള സംഭവമാണെന്ന് കരുതിയിട്ട് രാജാറാം മോഹൻ റായ് ഒരുപാട് പ്രവർത്തിക്കുകയും അങ്ങനെ സതി നിരോധിക്കുകയും ചെയ്തു. അതേപോലെ തന്നെയാണ് 1848 ഒരു പോളിസി കൊണ്ടുവരികയാണ്, ദത്തവകാശ നിരോധന നിയമം. അതായത് ഇന്ത്യയിലെ രാജാക്കന്മാർക്ക് അവരുടെ ബ്ലഡില് മക്കളില്ലെങ്കിൽ, അതായത് അവർ എടുത്തു വളർത്തിയ മക്കളല്ല, അങ്ങനെയുള്ള മക്കളില്ലെങ്കിൽ, ഡയറക്റ്റ് ആയിട്ടുള്ള മക്കളില്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും? ഈ രാജ്യം കമ്പനി ഏറ്റെടുക്കും, കമ്പനി ഭരിക്കും. അങ്ങനെ ദത്തവകാശ നിരോധന നിയമം ഡൽഹൌസി കൊണ്ടുവരികയാണ്. സത്താറ, സാമ്പൽപൂർ, അങ്ങനെ ഒരുപാട് പ്രദേശങ്ങൾ ഇവർ പിടിച്ചെടുക്കുകയാണ്. അപ്പൊ ഇതില് രാജാക്കന്മാർക്ക് സ്വാഭാവികമായിട്ടും അസംതൃപ്തി ഉണ്ടായിരുന്നു. പക്ഷെ പെൻഷൻ വെച്ചിട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്തു. ഇത്ര പെൻഷൻ തരും എന്ന് പറയുകയാണ്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ടും കുറച്ച് പ്രശ്നം വരികയാണ്. അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് മുഗൾ ഡൈനാസ്റ്റിയിലെ രാജാവായ ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമനോട് ഡൽഹൌസി പറയുന്നത്, നിങ്ങൾ അടുത്ത കാലഘട്ടം കഴിഞ്ഞു വെച്ചാൽ, അതായത് നിങ്ങളുടെ മക്കളുടെ കാലഘട്ടം എത്തിക്കഴിഞ്ഞാൽ അവരെല്ലാവരും രാജകുമാരന്മാരായി മാത്രം തുടരും, നിങ്ങളായിരിക്കും അവസാനത്തെ രാജാവ്. നാണയത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ ചിത്രം എടുത്തു കളയുന്നു, ചെങ്കോട്ടയിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് താമസിക്കാൻ വേണ്ടി പറയുന്നു. അങ്ങനെ ഒരുപാട് പുതിയ പുതിയ സംഭവങ്ങൾ. അതേപോലെ തന്നെ 1854 ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആക്ട് വരികയാണ്. ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആക്ട് പ്രകാരം ശിപ്പായിമാർക്കും കത്തെഴുതി അയക്കണമെങ്കിൽ പൈസ കൊടുക്കേണ്ടതായിട്ട് വരികയാണ്. ഓക്കെ, അപ്പൊ ശിപ്പായിമാർക്കും ഒരുപാട് പ്രശ്നം വരികയാണ്. അതേപോലെ തന്നെ ജനറൽ സർവീസസ് എൻലിസ്റ്റ്മെന്റ് ആക്ട് 1856 കാനിങ് കൊണ്ടുവരികയാണ്. നോക്കുക, ഇന്ത്യയിൽ നിന്ന് ബർമയിലേക്ക് യുദ്ധത്തിന് പോവുകയാണെങ്കിൽ കടൽ വഴിയാണ് പോകേണ്ടത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് എത്തും. പക്ഷെ ഇന്ത്യൻ ശിപ്പായിമാർ, അല്ലെങ്കിൽ അവരാണ് ശിപ്പായിമാർ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്, അവർ ഒരിക്കലും കപ്പലിൽ യാത്ര ചെയ്യുമായിരുന്നില്ല. എന്തായിരുന്നു കാരണം? കപ്പലിൽ യാത്ര ചെയ്യാത്ത ആ വിചിത്ര കാരണം ഇതാണ്. എങ്ങനെയാണോ കപ്പൽ യാത്ര അവർ നടത്തുന്നത്, അല്ലെങ്കിൽ നടത്തി കഴിഞ്ഞാൽ കപ്പൽ യാത്ര നടത്തി കഴിഞ്ഞാൽ അവരുടെ മതം നഷ്ടപ്പെടും. മിക്കവാറും ശിപ്പായിമാരായിട്ടുണ്ടായിരുന്നത് സോ കോൾഡ് ഹയർ കാസ്റ്റ് ആണ്. ഈ ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്നൊക്കെ പറയുമല്ലോ, അതിൽ ഉയർന്ന ജാതി വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരാണ്. ഓക്കെ, അതിന് വലിയ കോമഡിയാണ്, ഉയർന്ന ജാതി താഴ്ന്ന ജാതി. ഓക്കെ, അപ്പൊ അതിൽ ഉയർന്ന ജാതി വിഭാഗത്തിൽ പെടുന്ന ആളുകളാണ് അതിൽ നിയമിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിൽ സ്വാഭാവികമായിട്ടും മതം നഷ്ടപ്പെടും എന്ന് പറയണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ ബ്രിട്ടനിൽ നിന്ന് ഒരു പട്ടാളക്കാരൻ ഇന്ത്യയിലേക്ക് വരികയാണ്. ഇന്ത്യയിൽ വരുന്ന സമയത്ത് അയാൾ ഒരു റാങ്കില് ചേരുകയാണ്. അപ്പൊ അയാൾ പെട്ടെന്ന് അയാൾക്ക് സ്ഥാനക്കയറ്റം കിട്ടുകയാണ്, പൈസ കൂടുതൽ കിട്ടുകയാണ്. ഇവിടെ ശിപ്പായി ആയിരുന്ന ആള് അടുത്ത സ്റ്റെപ്പ് പോവും, അടുത്ത സ്റ്റെപ്പ് പോവും, അങ്ങനെ കുറച്ച് സ്റ്റെപ്പ് മാത്രം പോകും. എന്നിട്ട് അയാൾ എന്ത് ചെയ്യും? റിട്ടയർഡ് ആയി മാറും. ഓക്കെ, അപ്പൊ ഒരുപാട് പ്രശ്നം വരികയാണ്. ശമ്പള വർധനവില്ല, ഒന്നുമില്ല. അപ്പൊ അങ്ങനെയെല്ലാം കടന്നു പോകുന്ന ആ കാലഘട്ടത്തിൽ ഇവർക്ക് ഇവരുടെ സാധനങ്ങളുടെ വില കൂട്ടുകയും ചെയ്യാണ്. അപ്പൊ എല്ലാവരും ദുരിതത്തിലായി മാറാണ്. സതിയുടെ കാര്യം പറയാൻ നമ്മൾ കാരണം ഇതായിരുന്നു. അതായത് യാഥാസ്ഥിക ഹിന്ദു വിഭാഗം, ഓർത്തഡോക്സ് ഹിന്ദുസ് വിചാരിച്ച് ഞങ്ങളുടെ മതത്തിലേക്ക് കയറുന്നു. 1850 റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ടും കൂടി വന്നപ്പോ പരിപൂർണമായി മാറി. അതായത് ഹിന്ദു മതത്തിൽ നിന്ന് ക്രിസ്ത്യാനിറ്റിയിലേക്ക് ഒരാൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അയാളുടെ സ്വത്തവകാശം നഷ്ടപ്പെടും. ഓക്കെ, പക്ഷെ 1850 ആക്ട് പ്രകാരം സ്വത്തവകാശം നഷ്ടപ്പെടുന്നില്ല. അതേപോലെ തന്നെ 1856 ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് പാസ്സാക്കുകയാണ്. ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ പ്രവർത്തന ഫലമായിട്ട്. അദ്ദേഹം മാത്രമല്ല, ഒരുപാട് പേരുടെ പ്രവർത്തന ഫലമായിട്ട്. അദ്ദേഹമാണ് അതിൽ മെയിൻ ലീഡർ. അപ്പൊ അങ്ങനെയെല്ലാം വന്നപ്പോ മതം, അതേപോലെ തന്നെ സൈനികപരമായിട്ടുള്ള കാര്യങ്ങള്,
രാജ്യ താല്പര്യം അല്ലെങ്കിൽ ഓരോ ചെറിയ രാജ്യം അവിടുത്തെ രാജാക്കന്മാരുടെ താല്പര്യങ്ങള് ഇവരെല്ലാവരും ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. അവരുടെ മനസ്സിൽ ഒരു കാരണത്തിന് വേണ്ടിയിട്ട് അവരിങ്ങനെ കാത്തു കെട്ടിക്കിടക്കണം. ഒരു കാരണം കിട്ടിക്കഴിഞ്ഞു വെച്ചാൽ ഇപ്പൊ പൊട്ടിത്തെറിക്കും. ഓക്കെ, ഇപ്പൊ പൊട്ടിക്കും പറയല്ലോ, അതുപോലെ ഇപ്പൊ പൊട്ടിത്തെറിക്കും എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. ആ ഒരു കാരണത്തിന് വേണ്ടി അവർ കാത്തു നിൽക്കുകയാണ്. ആ കാരണം ഉണ്ടായത് പുതിയ കാട്രിഡ്ജിന്റെ രൂപത്തിലായിരുന്നു. ഓക്കെ, അതായത് മംഗൽ പാണ്ഡെ എന്ന് പറഞ്ഞിട്ടുള്ള ഉദ്യോഗസ്ഥൻ, 34ാമത്തെ ഇൻഫൻട്രി, അദ്ദേഹത്തിന്റെ സ്ഥലത്ത് ഒരു തോക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് കാട്രിഡ്ജ്, അതായത് അത് പൊട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നിറച്ചിട്ട് വെടിവെക്കണം. ഓക്കെ, അപ്പൊ അതിന് വെടിവെക്കുമ്പോൾ അതിൽ പൊട്ടിക്കുന്ന സമയത്ത്, അതിൽ മരുന്ന് നിറയ്ക്കുന്ന സമയത്ത് ആ ഉള്ള കാട്രിഡ്ജില് പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് നിറച്ചിരിക്കുന്നു എന്നൊരു ആരോപണം വരികയാണ്. പശു, പന്നി, ഒന്ന് ആലോചിച്ച് നോക്കുക. ഒന്ന് വിശുദ്ധ മൃഗം, മറ്റൊന്ന് ഹറാമായിട്ടുള്ള സംഭവം. ഓക്കെ, അപ്പൊ രണ്ട് മതവിഭാഗത്തിനാണ് വ്രണപ്പെടുത്തുന്നത്. ആ രണ്ട് മതവിഭാഗമാണ് ഇന്ത്യൻ മിലിറ്ററിയിൽ കൂടുതലായിട്ട് ഉള്ളതും. ഓക്കെ, അതും യാഥാസ്ഥികരായിട്ടുള്ള ഒരുപാട് ആളുകള്. അപ്പൊ ഇവർ ഈ ന്യൂസ് പരക്കുകയാണ്. മംഗൽ പാണ്ഡെ അത് റെഫ്യൂസ് ചെയ്യുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ സുപ്പീരിയർ ഓഫീസറിനെ പരിക്കേൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അക്രമ സംഭവങ്ങൾ നടക്കുന്നുണ്ട്, കൊല്ലപ്പെടുന്നുണ്ട്. അങ്ങനെ മംഗൽ പാണ്ഡെയെ തൂക്കിക്കൊല്ലുകയാണ്. അങ്ങനെ ആദ്യത്തെ രക്തസാക്ഷിയായിട്ട് ആര് മാറാണ്? മംഗൽ പാണ്ഡെ മാറാണ്. അത് ആ മതത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ഇതിന്റെ പേരിലാണ് കേട്ടോ. ഓക്കെ, പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം ലാൻഡ് ലോഡ്സ് സംഘടിക്കുന്നുണ്ട്. ലാൻഡ് ലോഡ്സ് എന്ന് പറയുമ്പോ ഇടനിലക്കാര്, ജന്മിമാര് സംഘടിക്കുന്നുണ്ട്. ഇപ്പൊ ബീഹാറിലെ കൻവർ സിംഗ്, ആസാമിലെ ദിവാൻ മണിറാം, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ സംഘടിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാം ഭയങ്കര ഒരു ടെൻഷൻ ആയിട്ട് നിൽക്കുന്ന ആ സമയത്താണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അതേപോലെ തന്നെ ഇതേ സെയിം കാരണം കൊണ്ട് മീററ്റില് ഇതേപോലെ നടക്കുന്നുണ്ട്. ഇതേ സെയിം കാരണം, അതായത് പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കാരണം കൊണ്ട് അങ്ങനെ പെട്ടെന്ന് ഇവരൊരു ഡേറ്റ് ഒക്കെ പിന്നെ തീരുമാനിക്കുന്നുണ്ട്, വേറൊരു ഡേറ്റ് തീരുമാനിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നടക്കുന്നില്ല. പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുകയാണ്. അതിനുള്ള കാരണം ഇതായിരുന്നു. പെട്ടെന്നുള്ള ആ കാരണം ഇതായിരുന്നു. ഇപ്പൊ ഈ കാട്രിഡ്ജിന്റെ ഇതായിരുന്നു. കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഇതൊരു റൂമർ ആയിരുന്നു എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇതൊരു റൂമർ ആയിരുന്നു, ഇങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല എന്നും പറയുന്നുണ്ട്. അത് എന്ത് തന്നെ ആയാലും പെട്ടെന്നുള്ള കാരണം ഇതായിരുന്നു. ഇതിനു മുമ്പ് ഒരു സൈനിക കലാപം ഉണ്ടായത് വെല്ലൂർ കലാപമാണ്. അതുകൊണ്ട് വെല്ലൂർ കലാപത്തെ 1857 കലാപം അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരം എന്ന് കുറച്ച് ആളുകൾ വിശേഷിപ്പിക്കുന്ന ഈ പോരാട്ടത്തിന്റെ മുൻഗാമിയായി കരുതുന്നു. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ നടന്നപ്പോ ഇവര് മീററ്റ് ഡൽഹിയിൽ എത്തുകയാണ്. ഡൽഹിയിൽ എത്തുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്, നേരത്തെ പറഞ്ഞ രാജാക്കന്മാരുണ്ട്. ഇവരെല്ലാരും കൂടി ഒരു മീറ്റിംഗ് പോലെ വരുവാണ്. ബഹദൂർ ഷാ സഫറിന്റെ മുമ്പിൽ വരുവാണ്. ബഹദൂർ ഷാ സഫർ മെയ് 10 സ്റ്റാർട്ട് ചെയ്യാണ്. മെയ് 11 ബഹദൂർ ഷായുടെ മുമ്പിൽ എത്തുമ്പോൾ ബഹദൂർ ഷാ അത്ഭുതപ്പെടുകയാണ്. ഇത്രയും ആളുകൾ എന്റെ മുമ്പിലേക്ക് വരുന്നു. അവർ ആവശ്യപ്പെട്ടത് ഇതാണ്, നിങ്ങളൊന്ന് നിന്ന് തന്നാൽ മതി, ഈ മീറ്റിംഗിൽ അല്ലെങ്കിൽ ഈ പരിപാടിയിൽ നിങ്ങളൊന്ന് നിന്ന് തന്നാൽ മതി. അങ്ങനെ അയാൾ സെൻട്രലിൽ ഇരിക്കുകയാണ്, ചുറ്റും എല്ലാവരും ചർച്ച ചെയ്യാണ്. എന്നിട്ട് പറയുകയാണ്, നമുക്ക് നമ്മുടെ പ്രദേശങ്ങളെ ബ്രിട്ടീഷുകാരിൽ നിന്ന് മോചിപ്പിക്കാം. ഓക്കെ, ഝാൻസി റാണിക്ക് അവരുടെ അടുത്ത സന്താനത്തെ അല്ലെങ്കിൽ അവരുടെ രാജ്യഭാരം തിരിച്ചു കിട്ടണം എന്നുള്ളതായിരുന്നു. നാനാ സാഹിബിന് പെൻഷൻ കിട്ടണം എന്നുള്ളതായിരുന്നു. ശിപ്പായിമാർക്ക് അവർ അനുഭവിക്കുന്ന ആ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, വർണ്ണവിവേചനം, പൈസ കുറവ് അല്ലെങ്കിൽ കൂടുതൽ വരുന്ന ചെലവ്, ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരുന്നു. ജന്മിമാർക്ക് അവരുടെ താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിനൊരു പൊതു താല്പര്യം അവകാശപ്പെടാനില്ല. ഓരോരുത്തർക്കും അവരുടേതായിരുന്നു. ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാവരും പറഞ്ഞത് ഞങ്ങൾ ആ പഴയ കാലത്തിലേക്ക്, ആ മുഗൾ കാലത്തിലേക്ക് ഞങ്ങൾക്ക് തിരിച്ചു പോകണമെന്നായിരുന്നു. ഒരു പ്രത്യേക കാരണം ഇതിന് പറയാനില്ല. അപ്പൊ എല്ലാവർക്കും അവരവരുടെ ആവശ്യങ്ങളാണ്. അങ്ങനെ ഇന്ത്യയിലെ UP, ബീഹാർ, ഡൽഹി അങ്ങനെയുള്ള കുറച്ച് പ്രദേശങ്ങളില് മെയ് 10 പോരാട്ടം ആരംഭിക്കുകയാണ്. അങ്ങനെ മെയ് 12 തന്നെ ഡൽഹിയൊക്കെ കീഴ്പ്പെടുന്നുണ്ട്. ഇത് ഓരോ സ്ഥലത്തും ഓരോ ആൾക്കാരാണ്. ഓക്കെ, ഓരോ സ്ഥലത്തും ഓരോ ആൾക്കാരാണ്. ഡൽഹിയിൽ ഭക്ത് ഖാനായിരുന്നു. അവധിൽ ബീഗം ഹസ്രത് മഹലാണ്. ഓക്കെ, ലക്നൌവിൽ മൗലാന അഹമ്മദുള്ളയാണ്. ബീഹാറിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാണ്? ഓക്കെ, കൻവർ സിംഗ് ആയിരുന്നു. കൻവർ തടാകം എവിടെയാണ്? ബീഹാറിൽ. അതേപോലെ തന്നെ ആസാമിൽ ആരായിരുന്നു? ദിവാൻ മണിറാം.
ഓരോ പ്രദേശത്ത് ഓരോ ആളുകളാണ്. അപ്പൊ ഇവര് അറ്റാക്ക് കൂടിക്കൊണ്ടേ വരികയാണ്. അങ്ങനെ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ബ്രിട്ടീഷുകാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പെട്ടെന്നുണ്ടായ ഒരു ആക്രമണമായിരുന്നു. അങ്ങനെ അവരുടെ കുടുംബം, അങ്ങനെ ഒരുപാട് പേര് ആക്രമിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ അവരെല്ലാം ഒന്ന് പതുങ്ങിയിരിക്കുകയാണ്. ഓക്കെ, അവിടെ നിന്ന് എല്ലാം മാറുകയാണ്. ഒരു തിരിച്ചു വരവിന് വേണ്ടിയിട്ട് അവർ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ നിക്കോൾസൺ എന്ന ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്ന ആളും അങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ കൂടിയിട്ട് തിരിച്ചു വരികയാണ്. അവർ തിരിച്ചടിക്കുകയാണ്. അങ്ങനെ വലിയ പോരാട്ടമായിട്ട് മാറുകയാണ്. വലിയൊരു പോരാട്ടമായി മാറുകയാണ്. നോക്കത് നോർത്ത് ഇന്ത്യയിൽ മാത്രമാണ്, സൗത്ത് ഇന്ത്യ, ബോംബെ അങ്ങനെയുള്ള പ്രദേശങ്ങളെല്ലാം ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. ഇനി അറിഞ്ഞാൽ തന്നെ അവർ ഇതിൽ പങ്കെടുക്കുന്നില്ല. കാരണം അവിടെ ഉണ്ടായിരുന്ന ആ നോർത്ത് വെസ്റ്റ് റീജിയനിലും സൗത്ത് ഇന്ത്യയിലും ഉണ്ടായിരുന്ന ഭൂവ്യവസ്ഥ, ഭൂനികുതി വ്യവസ്ഥ ഏതായിരുന്നു? ജമീന്ദാരി സമ്പ്രദായം ആയിരുന്നില്ല, ജന്മി വ്യവസ്ഥ ആയിരുന്നില്ല, അല്ലെങ്കിൽ പെർമനന്റ് സെറ്റിൽമെന്റ് ആയിരുന്നില്ല. അവിടെയെല്ലാം സൗത്ത് ഇന്ത്യയിലെ റയത്ത് വാരി സിസ്റ്റം ആയിരുന്നു, നോർത്ത് വെസ്റ്റില് മഹൽവാരി സിസ്റ്റം ആയിരുന്നു. അതാണ് അതിന് കാരണം. ഇവിടെയൊന്നും ജനങ്ങൾ അങ്ങനെ സംഘടിച്ചില്ല. മീൻസ് ഇവിടെ സംഘടിക്കാൻ നേതാവ് ഇല്ല, അങ്ങനത്തെ ഒരാളില്ല. അങ്ങനെ ഇത് അവിടെ വ്യാപിക്കുകയാണ്. അങ്ങനെ വലിയ പോരാട്ടമായിട്ട് മാറുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ബ്രിട്ടീഷുകാരെ ഇതിനെ അടിച്ചമർത്താൻ വേണ്ടി നോക്കുന്നുണ്ട്. അങ്ങനെ അവര് അടുത്ത വർഷം 1858 ഓഗസ്റ്റ് ആയപ്പോഴേക്കും ഇതിനെല്ലാം അടിച്ചമർത്തുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഝാൻസി റാണി എങ്ങനെയാണ് ഇരുണ്ട പശ്ചാത്തലത്തിൽ പ്രകാശമാനമായ ഒരു ബിന്ദു എന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഝാൻസി റാണി അവരെ വധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് ആളുകളെ വധിക്കുന്നുണ്ട്. താന്തിയ തോപ്പി, ഓക്കെ, താന്തിയ തോപ്പി അദ്ദേഹം ഒളിപ്പോര് നടത്തുന്നുണ്ട്. താന്തിയ തോപ്പി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ പറഞ്ഞ നാനാ സാഹിബ്, ഓക്കെ, നാനാ സാഹിബ്, കാൺപൂരിലെ നാനാ സാഹിബ്, ആ നാനാ സാഹിബിന്റെ പടയാളിയായിരുന്നു. അദ്ദേഹം ഒളിപ്പോര് നയിക്കുന്നുണ്ട്. ആ നാനാ സാഹിബ് നേപ്പാളിലേക്ക് കടക്കുന്നുണ്ട്. അങ്ങനെ അടിച്ചമർത്തേണ്ടവരെ എല്ലാം ഇവർ അടിച്ചമർത്തുന്നുണ്ട്. അങ്ങനെ ഈ കലാപം അല്ലെങ്കിൽ വി.ഡി. സവർക്കർ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച ഈ പോരാട്ടം 1858 അവസാനിക്കുകയാണ്. 57 ആരംഭിച്ചു, 58 അവസാനിച്ചു. നോക്കുക, അതിന്റെ കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഒരു കാരണമല്ല, ഒരുപാട് കാരണങ്ങൾ കൂടിച്ചേർന്ന ഒരു സംഭവമാണ്. അതെന്തുകൊണ്ട് വിജയിച്ചില്ല? എന്തായിരിക്കും കാരണം? അതിന് പൊതുവായിട്ട് ഒരു ലീഡർ ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ പൊതുവായിട്ടുള്ള ഒരു തത്വശാസ്ത്രം ഉണ്ടായിരുന്നില്ല. ഒരു പോരാട്ടത്തിന് ഒരു തത്വശാസ്ത്രം വേണം, അല്ലെങ്കിൽ ഒരു ലക്ഷ്യം വേണം പൊതുവായിട്ടുള്ളത്. ഇന്ത്യ മൊത്തം വ്യാപിച്ചു കിടന്ന ഒരു സംഭവമായിരുന്നില്ല. അതേപോലെ തന്നെ ആയുധങ്ങൾ അവരായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇന്ത്യയിലെ കുറച്ച് ആളുകൾ തന്നെ, അതായത് സിഖുകാര്, പിന്നെ കുറച്ച് ആളുകൾ ഗൂർഖ, ഇവരെല്ലാവരും ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ഭാഗമായിരുന്നു. ഇവരെല്ലാവരും അവരുടെ ഒപ്പം നിൽക്കുകയാണ്. പിന്നീട് അവർക്ക് പ്രത്യേക പരിഗണനയൊക്കെ ബ്രിട്ടീഷ് ആർമിയിൽ കിട്ടുന്നുണ്ട്. ബ്രിട്ടീഷുകാർ മുസ്ലിങ്ങളെ വിശ്വസിക്കാതെയായി. ഓക്കെ, ബഹദൂർ ഷാ സഫറിനെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ബഹദൂർ ഷാ സഫറിന്റെ മുമ്പിൽ വെച്ചിട്ട് 2 മക്കളെയും കൊല്ലുന്നുണ്ട്. അതിനുശേഷം ബഹദൂർ ഷാ സഫറിനെ റങ്കൂണിലേക്ക്, മ്യാൻമറിലെ റങ്കൂണിലേക്ക് നാട് കടത്തുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയിൽ മുഗൾ ഭരണം അവസാനിക്കുകയാണ്. ഈ ഒരു കലാപത്തിന് ശേഷം, അല്ലെങ്കിൽ ഈ ഒരു സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം, കുറച്ചാളുകൾക്ക് സ്വാതന്ത്ര്യ സമരം, കുറച്ചാളുകൾക്ക് കലാപം, കുറച്ചാളുകൾക്ക് ശിപ്പായി ലഹള, കുറച്ചാളുകൾക്ക് ഫ്യൂഡൽ മാടമ്പിമാരുടെ പ്രകടനം, അത് ഓരോരുത്തർ ഓരോ രീതിയിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അതില് R.C. മജൂംദാർ വിശേഷിപ്പിച്ചത് ഇത് ആദ്യത്തേതുമല്ല അവസാനത്തേതുമല്ല, സ്വാതന്ത്ര്യ സമരമല്ല, പോരാട്ടവുമല്ല എന്നാണ് വിശേഷിപ്പിച്ചത്. വി.ഡി. സവർക്കർ എന്തായിരുന്നു വിശേഷിപ്പിച്ചത്? ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇതിനെക്കുറിച്ച് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് അഭിപ്രായമാണ്, വ്യത്യസ്ത വ്യൂ പോയിന്റ് ആണ്. ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് അഭിപ്രായമാണ്. അങ്ങനെ ഇതൊന്ന് കെട്ടടങ്ങുകയാണ്. അങ്ങനെ ബ്രിട്ടനിൽ നിന്ന് ഒരു ഉത്തരവ് വരികയാണ്, രാജ്ഞി പ്രഖ്യാപിക്കുകയാണ്. രാജ്ഞിയുടെ പ്രഖ്യാപനം ഇതായിരുന്നു: ഇനി മുതൽ ഇന്ത്യ ഞാൻ ഭരിച്ചോളാം, കമ്പനി വേണ്ട. അങ്ങനെ ഓണറബിൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടെർമിനേറ്റ് ചെയ്യപ്പെടുകയാണ്. അതുവരെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ടിരുന്ന കാനിങ് പ്രഭു വൈസ്രോയി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുകയാണ്. വൈസ് റോയ്, ഓക്കെ, അതായത് രാജാവിന്റെ പ്രതിനിധി അല്ലെങ്കിൽ രാജ്ഞിയുടെ പ്രതിനിധി എന്നാണ് വൈസ്രോയി എന്ന വാക്കിന്റെ അർത്ഥം. 1858 മുതലാണ് ബ്രിട്ടൻ ഇന്ത്യ നേരിട്ട് ഭരിക്കാൻ തുടങ്ങിയത്. അതിന് കാരണം എന്തായിരുന്നു? ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് തന്നെ കമന്റ് ചെയ്യാം, ഇത് ഒന്നാം സ്വാതന്ത്ര്യ സമരമാണോ അതോ ഇത് വെറും പോരാട്ടമാണോ, എന്താണെന്ന് തോന്നി പറഞ്ഞാൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. എന്തായാലും ഇന്ത്യ ഗവൺമെന്റ് ഇത് മാറ്റിയിട്ട് പൈക്ക റിബല്യനെ കുറിച്ച് നമ്മൾ പറയും. അതിനെ ഒന്നാം സ്വാതന്ത്ര്യ സമരമാക്കി മാറ്റാൻ പോകുന്ന പ്രകാശ് ജാവേദ്കർ പ്രഖ്യാപിക്കുകയുണ്ടായി. ഓക്കെ, പൈക്ക റിബല്യൻ ആക്കി അതിനെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന പേര് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഒഡീഷയിൽ നടന്ന ബക്ഷി ജഗബന്ധു എന്ന് പറഞ്ഞ വ്യക്തി നടത്തിയ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ആ പോരാട്ടം.
ഓക്കെ, അപ്പോ ഇത്രയേ ഉള്ളൂ ഒന്നാം സ്വാതന്ത്ര്യ സമരം. അപ്പൊ ഇതിൽ പഠിക്കേണ്ടത് നമ്മൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ ഒരുപാട് ആക്ടുകൾ ആരാണ് കൊണ്ടുവന്നതെന്നുള്ളത് പഠിക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ആദ്യത്തെ രക്തസാക്ഷി ഇതെങ്ങനെയാണ് ആരംഭിച്ചത്, അതേപോലെ തന്നെ ഇതിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങള്, നേതാക്കന്മാര്, അവരെ കുറിച്ച് പഠിക്കുക. ഇതെങ്ങനെ പരാജയപ്പെട്ടു എന്ന് പഠിക്കുക. ഇതിനുശേഷം എന്ത് മാറ്റമുണ്ടായി എന്ന് പഠിക്കുക. നമുക്ക് ഇതോടുകൂടി എന്ത് അവസാനിച്ചു? ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പലരും വിശ്വസിച്ചിരുന്ന അത് അവസാനിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ അഭിപ്രായം രേഖപ്പെടുത്താം. നിങ്ങൾ തന്നെ പറയാം ഇത് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരുന്നു എന്നുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമ്മള് 1857 ശേഷമുള്ള അത് പറയും. അതിനു മുമ്പ് ഒരു ടോപ്പിക് കൂടി നമുക്ക് എടുക്കാനുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഭാരതം നേരിട്ട വെല്ലുവിളികൾ പാർട്ട് 3. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.